അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിഗിനർ ആദ്യമായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കും ധാരാളം സംശയങ്ങളും ധാരാളം മിസ്റ്റേക്കുകളും വരുത്താൻ ചാൻസ് കൂടുതൽ ഒരു മാർക്കറ്റ് തന്നെയാണ് ഈ ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രിപ്റ്റോനെ പറ്റിയും ബിറ്റ്കോയിനെ പറ്റിയും A to Z കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടാതെ നിങ്ങൾക്ക് ഒരു പുതിയൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ സീരീസ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന നിലയിൽ നമുക്ക് എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ബേസിക്കലി ഒരു ഡിജിറ്റൽ മണിയാണ്, ഓൺലൈനിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ മണി. അതാണ് ഇതിൻ്റെ ഒരു ഒറ്റവാക്കിൽ ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. കൂടാതെ ഇതൊരു ഫിസിക്കൽ ഫോം ഇതിനില്ല. ഉദാഹരണത്തിന് നമ്മുടെ 100 രൂപയുടെ നോട്ടോ 500 രൂപയുടെ നോട്ട് പോലെ നമുക്കിത് ഫിസിക്കലി സ്റ്റോർ ചെയ്യാനോ ഫിസിക്കലി ആർക്കെങ്കിലും സെൻഡ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഇതിനൊരു ഇൻ്റർനെറ്റിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പം ഇൻ്റർനെറ്റിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. കറൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ ആണ്. 2009 സദാഷി നാക്കോമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു കറൻസിയാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഈ ബിറ്റ്കോയിൻ എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആകാൻ കാരണം? അതായത് ഇതൊരു ഫാസ്റ്റ് ട്രാൻസാക്ഷനാണ്, ഗ്ലോബൽ പേയ്മെൻറ്റ്സ് ആണ്. അതായത് നമുക്ക് ലോകത്തുള്ള എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ഇരിക്കുന്ന കോയിൻ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇരിക്കുന്ന ഒരു 100 രൂപയുടെ നോട്ട് നമുക്ക് ബാങ്ക് എന്നൊരു മാധ്യമത്തിൻ്റെ സെർവറിൻ്റെ ആവശ്യകത അവിടെ വരുവാണ്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റൊരാൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ബിറ്റ്കോയിൻ്റെ കേസിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ വാലറ്റിൽ പൈസ ഉണ്ടാകി നമ്മൾക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ഈ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിനെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിരിക്കുന്ന പൈസ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാങ്ക് എല്ലാം അല്ലെങ്കിൽ മറ്റ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ആണ്. അതായത് അത് കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു ബിറ്റ്കോയിനെ അല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിനെ ഇത്രത്തോളം അഡ്വാൻസിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഒരു ബിറ്റിന് വരുന്നത് $73,000. പിന്നെ ക്രിപ്റ്റോയിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കും പിന്നെ അടുത്തായിട്ടുള്ളതാണ് ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അതൊരു കറൻസിയാണ്. എന്നാൽ ഒരു കറൻസി മാത്രമാണോ? അല്ല, അതൊരു കറൻസി പ്ലസ് ഒരു അസറ്റ് കൂടാണ്. അതായത് വില കുറവ് മേടിച്ച് വില കൂടുമ്പോൾ വിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയുള്ള ഒരു കറൻസിയാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ ബിറ്റ്കോയിനകത്ത് ഇൻവെസ്റ്റിംഗ് മാത്രമല്ല നമുക്ക് ട്രേഡിങ്ങും ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനും ഈ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാനും നമ്മൾ വരും വീഡിയോസിനകത്ത് പറയുന്നതായിരിക്കും. എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം, ഈ ട്രേഡ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഈ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ട്രേഡ് എടുക്കുമ്പം ലീഗലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ട്രേഡിങ്ങിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കും നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 തരം വാലറ്റ് ഉണ്ട്. ഒന്നാണ് സ്പോട്ട് വാലറ്റും മറ്റേതാണ് ഫ്യൂച്ചേഴ്സ് വാലറ്റും. അപ്പോൾ ഈ സ്പോട്ട് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ നമ്മൾ സ്വന്തമാക്കി വെക്കും. നമുക്ക് പിന്നെ ആ ഒരു പൈസ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഫ്യൂച്ചേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കരാർ ബേസ്ഡ് മണിയാണത്. നമുക്കത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ നിന്ന് ഫ്യൂച്ചറുള്ളത് മേടിക്കാനോ പറ്റത്തില്ല. സ്പോട്ടിലുള്ള കോയിൻ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫ്യൂച്ചറിലോട്ട് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ലിവറേജ് എന്ന് പറയുന്നൊരു സംഭവം കിട്ടും. ഈ ലിവറേജ് എന്താണെന്നും ഈ ലിവറേജ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ഈ ട്രേഡിങ്ങിലേക്ക് വരുന്ന റിസ്ക്കും കാര്യങ്ങളും വെച്ചാൽ ഈ മാർക്കറ്റ് ഹൈലി വോളറ്റിലിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് ക്വിക്കായിട്ട് ഫോൾ ആകാനും റൈസ് ആകാനും ചാൻസ് ഉണ്ട്. അത് നമ്മളെടുത്ത് വെച്ച ഒരു പൊസിഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് മൂവ് ചെയ്യാൻ ഹൈലി ചാൻസ് ഉള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി വരും വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, ഈ ബിറ്റ്കോയിൻ്റെ ഉപയോഗം എന്താണ്, ബിറ്റ്കോയിനും കൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഈ വാലറ്റിനെ കുറിച്ച് സ്വല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനുണ്ട്. പിന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് ഈ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണ്, മാർക്കറ്റ് അനാലിസിസ് എന്താണ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അഡ്വാൻസിലോട്ട് ടോപ്പിക്കോട്ട് വരുമ്പോഴത്തേക്കും ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്, ലിവറേജ്, റിസ്ക് മാനേജ്മെൻറ്റ്, ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. A to Z കാര്യങ്ങൾ
ഈ ഒരു വരും വീഡിയോയിൽ അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം നമ്മളിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും.